മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ സെമി ഫൈനൽ ലൈനപ്പായിരിക്കുന്നു. ആദ്യ സെമിയിൽ കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസിനെയും, രണ്ടാം സെമിയിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ് കൊച്ചിയെയും നേരിടും. കേരള ഫുട്ബോൾ ലീഗ് കിരീടം ആര് നേടുമെന്നറിയാൻ ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ്. കളിക്കാരുടെ മികവും കാണികളുടെ പിന്തുണയും കൊണ്ട് ഏറെ മുന്നിൽ നിൽക്കുന്ന ലീഗിന്റെ ആദ്യ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ സെമിയിൽ കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയുമാണ് രണ്ടാം സെമിയിൽ ഏറ്റുമുട്ടുക. നവംബർ 10 നടക്കുന്ന ഫൈനലിൽ മലബാറിന്റെ മണ്ണിൽ ആര് കപ്പിൽ മുത്തമിടുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. കേരളത്തിൽ കാണുന്ന ആൾക്കാരെക്കാളും 4 ഇരട്ടി കൂടുതൽ ആൾക്കാരാണ് ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ ലീഗ് കണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് നാഷണലി നമ്മളെ ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബേസിക്കലി ഞങ്ങളുടെ തോട്ട് പ്രോസസ് ഇസ് good players, good team, and a good presentation. Definitely anywhere in India there is a scope for people to watch football. Like നമ്മളിപ്പം EPL-നകത്ത് അല്ലെങ്കിൽ ബുണ്ടസ്ലീഗ ഓർ അതർ ലീഗ്സ് വി ട്യൂൺ ഇൻ സെയിം വേ. ഐ തിങ്ക് കേരളയിൽ നമ്മുടെ ഈ മാച്ച് നടന്നെങ്കിലും ഈ ലീഗ് നടന്നെങ്കിലും the viewership was across the country, so that is an excellent thing. നമ്മുടെ സ്പോൺസേഴ്സ് ആയിരുന്നെങ്കിലും all national level sponsors like Mahindra and Amul and others who have come and supported us and have made this game bigger. So 30 league matches are off, over playoff matches. ഇനി 3 crucial matches ആണുള്ളത്. 2 semis, that is on 5th കളിക്കുന്നത് is Calicut versus Trivandrum, and 6th it's Kannur versus Forza Kochi. So I'm sure ഈ 2 മാച്ചും 4 teams is going to be extremely interesting. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രാദേശിക ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരള 114 ഇന്ത്യൻ താരങ്ങളും 36 വിദേശ താരങ്ങളുമാണ് 6 ടീമുകളിലായി അണിനിരന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.